ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് ചിക്കൻ മുളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ ഇതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനൊരു കുക്കറാണ് എടുത്തത്. നമ്മൾ കുക്കറിലാണ് വെക്കണത് കേട്ടോ. അപ്പോൾ കുക്കറൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ 1.5 സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലെ ചിക്കൻ്റെ അളവ് അനുസരിച്ച് നിങ്ങൾ എല്ലാത്തിനും മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ 1.5 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തേക്കണത്. അത് ആവശ്യത്തിനായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ സവാളയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി അടിച്ചതാണ്. അതിനൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനിപ്പോൾ 6-8 വെളുത്തുള്ളിയും അതുപോലെ 4 പച്ചമുളകും 2-3 കഷ്ണം ഇഞ്ചിയൊക്കെയാണ് ഇട്ടേക്കണത്. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ അളവുകൾ മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറണ വരെ ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം വഴന്ന് വരണം. അപ്പോൾ ആ തക്കാളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി എടുത്ത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അതൊരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ ഇടുന്നത്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ മുളക് പൊടി തന്നെ ഒരു 3 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇതൊരു കളറിനാണ് ഞാൻ ഇത് ഇട്ടേണത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് ഇച്ചിരി ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്തിരിയാണ് ഒഴിക്കണം, പിന്നെ നമ്മൾ കുറച്ചും കൂടി ഒഴിക്കേണ്ടത്. അതൊന്ന് ഗ്രേവി ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മാഗി ക്യൂബ് ഇടുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇതിൽ നിന്ന് ഒരു പീസാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, ചിക്കൻ മസാല ഇട്ടാലും മതി. അപ്പോൾ നമുക്കിതിലേക്ക് അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അടിപൊളി മസാല ആയി വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇതിൻ്റെയൊക്കെ മണമൊക്കെ മാറി, പച്ചമണമൊക്കെ മാറി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം തിളച്ച് അതിൻ്റെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മൾ ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തേക്കണത്. അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. മസാലയൊക്കെ അതിലേക്ക് പിടിച്ച് കഴിക്കാനൊരു ടേസ്റ്റ് ചെറിയ പീസുകൾ തന്നെയാണ് കേട്ടോ. ബിരിയാണിക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, വലിയ പീസാണെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള നല്ല ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, നല്ല ചൂട് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒരു 3 വിസിലാണ് ഞാൻ വരുത്തണത്. നിങ്ങളുടെയൊക്കെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് നിങ്ങൾ അത് വേവിച്ചെടുക്കുക. അപ്പോൾ 3 വിസിലിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ലോണം വെള്ളമൊക്കെ ആയിട്ട് നല്ല വെളിച്ചെണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ചെറിയ പീസായിട്ടുള്ള മല്ലിയില നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക.